ഡോക്ടർ സോറി ടു സേ റിസൾട്ടിൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഇല്ല, കുഴപ്പമൊന്നുമില്ല, അവിടെ ഓക്കെയാണ്. മേ ബി കുട്ടിക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും. ഈ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? ടീച്ചറാണ്. കുറച്ചു കാലം ആ ജോലി ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് കുട്ടീനെ ഒന്നൊരു എക്സ്ട്രാ കെയർ കൊടുത്താൽ മേ ബി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നോ? എന്റെ മോന് കല്യാണില്ല, പുതിയ പെയിന്റ് അടിച്ചതാ. നിങ്ങളിപ്പോ വന്ന് നോക്കിയാ നിങ്ങൾ കണ്ടില്ലേ ഓളെ അവസ്ഥ? നിങ്ങൾക്ക് അറിയണതല്ലേ ഓളെ അവസ്ഥ നോക്കാണ്. ഈ കുട്ടിനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? നിങ്ങൾ പഠിച്ചോനെ വിചാരിച്ചിട്ട് ഒച്ചപ്പാടുണ്ടാക്കില്ല. അവളൊരു അവസ്ഥ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കും. ഇത്ര കാലം അത് വിചാരിച്ചാ ഞങ്ങൾ ക്ഷമിച്ചത്. ഇനി ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഓളെ ചേർത്താൻ വേണ്ടിട്ട് പോവാണ്. നമ്മള് ക്ഷമിക്കണം. ഈ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരാതി നിങ്ങൾക്ക് ഉണ്ടാവില്ല പകല് ഈ സ്കൂളിലേക്കാരം. പ്രാവശ്യം കൂടി ക്ഷമിക്കും. എനിക്ക് ചെയ്താലും വേണ്ടില്ല, ഓളെ എവിടെയും കൊണ്ടാക്കിയാള്. ഇനി ഇതിന്റെ പേരിൽ ഇന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഞാൻ പോവാൻ. ഇങ്ങനെ നിൽക്കാതെ ഇപ്പൊ കേട്ടില്ല താത്ത പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് എന്നത് ഉണ്ടായിരുന്നു ഇവിടെ ഒക്കെ നശിപ്പിച്ച് സമയത്ത് ഞാൻ ഒന്നും മറക്കണ്ട. വെറുതെ പറഞ്ഞതാട്ടോ, നമ്മൾ രശ്മിക്കണ്ട കേട്ടോ. നമ്മൾ വെറുതെ പറഞ്ഞതാണ്. നല്ല കുട്ടിയാണ് കേട്ടാ. ഉമ്മച്ചിക്ക് മോളെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഉമ്മച്ചിന്റെ പിന്നാലെ മോളല്ലേ, ഉമ്മച്ചിന്റെ തങ്കം കൂടല്ലേ. സ്കൂളിൽ ചേർക്കാൻ പോവാനതാ. മോളെല്ലാം പുതിയ സ്കൂളിൽ ചേർത്തു. പുതിയ ബാഗ് ഉണ്ടാവും, പുതിയ യൂണിഫോം ഉണ്ടാവും, പുതിയ ചങ്ങായിമാരും ഉണ്ടാവും. അപ്പോ ചേർക്കാൻ വരുമ്പോ ഒന്നും പറയരുതാ. ചെന്നാടൊന്നും ചെയ്യരുതാ. പ്രിൻസിപ്പളുടെ റൂമിലൊന്നും ചെയ്യാൻ പാടില്ലട്ടാ. നല്ല കുട്ടിയായിട്ടിരിക്കൂലേ? മാറ്റിട്ട് വരട്ടാ. നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് മോളെ. ഇവിടെ കാലങ്ങളിൽ കണ്ടിട്ട് എന്നിട്ട് വിശേഷം അറിയാലോ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ലോങ് ലീവ് എടുത്തതാണ്. കാരണം ഇവളെ നോക്കാൻ വീട്ടിൽ ആരും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജോബ് കുറച്ച് ദിവസത്തിന് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഞാനിപ്പോ വന്നത് വേറൊരു കാര്യത്തിനാണ്. ഇപ്പൊ ഇവർക്ക് പ്രായമായിട്ടുണ്ട് സ്കൂളിൽ ചേർക്കാനുള്ള. അപ്പൊ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നല്ലത്. കാരണം ഞാനിവിടെ ജോലി ചെയ്ത ഒരു പരിചയം ഉണ്ടല്ലോ നിങ്ങളടുത്ത്. ആ ഒരു രീതിയില് ഇവിടെ തന്നെ അവിടെ തുറന്ന് പഠിപ്പിക്കാന്ന് കരുതി. മോളെ മോളെ അവിടെ കുറച്ച് സാറിന്റെ കണ്ണട
നല്ല കുട്ടിയല്ലേ, മോള് നല്ല കുട്ടിയല്ലേ? മോൾക്ക് പ്രശ്നമുണ്ടോ? ഇവരിൽ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അത് കാരണം കുട്ടിക്കൊരു ചെറിയ വൈകല്യം ഉണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല, കയ്യും കാലിനൊക്കെ ഒരു പ്രശ്നമില്ല. കുട്ടിക്ക് ചെറിയൊരു വൈകല്യം ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പെട്ടെന്ന് അനിശ്ചിത കാര്യം പറഞ്ഞു. എന്താണ് കാണിച്ചു വെച്ചിട്ടുള്ളത്? ബുക്ക് കീറുവോ? ബുക്ക് പഠിക്കാനുള്ളതല്ലേ, ഇത് എന്തിനു കീറിയില്ല? ആരോടാണ് ഈ പറയണത്? വല്ല ബുദ്ധി വിവരമുണ്ടോ? ബുക്ക് പഠിക്കാനുള്ളതാന്നുള്ള വിവരം പോലും ഇല്ലാതെ രാവിലെ എന്നിട്ട് വന്നോളൂ. ലീവിന്റെ കാര്യം പറയാനല്ല സാർ, എനിക്ക് വേറെ ഒരു അർജന്റ് കാര്യം സാറിനോട് സംസാരിക്കാനുണ്ട്. എന്താ ടീച്ചറെ? സാർ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു അനസ് ഉണ്ടല്ലോ, ഡിസാബിലിറ്റി ഉള്ള ഒരു കുട്ടി, ആ കുട്ടിയെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. അതെങ്ങനെയെങ്കിലും സാർ ഒന്ന് മാനേജ് ചെയ്ത് തരണം. ടീച്ചറെ, അതിലുള്ള കുട്ടികളെ പരിഗണിക്കുന്നു. സാർ പരിഗണിക്കണം എന്ന് പറയാൻ സാറിന് സുഖമാണ്, പക്ഷെ അവരെ പരിഗണിക്കേണ്ട ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് സാറിന് അറിയുന്നില്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ സാറിന് അറിയാലോ, ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ ബുദ്ധിക്കൊരു കുറവും വൈകല്യമുള്ള ഒരു കുട്ടിനെ ക്ലാസ്സിൽ അവരെ ഇടയിൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് സാറ്. സാറിന് അതിൻ്റെ അവസ്ഥ അറിയാലോ, എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് സാർ. ടീച്ചർ, ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു ദിവസമായിരുന്നു. ഞാൻ പറയാറില്ലേ, ആ അനസ് ആ ഇത് സ്ഥിരതല്ലാത്തൊരു കുട്ടിയുണ്ടല്ലോ ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ. അന്ന് ഭയങ്കര കച്ചറായിരുന്നു. ഞാൻ പ്രിൻസിപ്പളോട് പറഞ്ഞു ചെന്നിട്ട്, അവരിനി വെച്ച് പുലർത്താൻ പറ്റില്ല, കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അവരെ പഠിപ്പിക്കാൻ. ജനറേഷൻ എന്താ മാനേജ് ചെയ്യാൻ പറ്റാത്ത ജനറേഷനാണ്. അതിന്റെ ഇടയിൽ കൂടെ കുട്ടികളെ കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ല, പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊന്നെങ്കിൽ അല്ലെങ്കിൽ അവനെ അങ്ങനാണെങ്കിലും മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ, എനിക്ക് തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പ്രിൻസിപ്പലിന്റെ അയാളെ നിവർത്തില്ലല്ലോ, എന്റെ വാല്യൂ പിടിച്ചിട്ടേ ഉള്ളൂ. ആ കുട്ടിനെ ഒഴിവാക്കിയിട്ടുണ്ട് ടീച്ചർ പറഞ്ഞിട്ട്. സുഖമായിട്ട് പോകുന്ന ഡേറ്റ് ഒക്കെ അടുത്ത് വരുന്നത് ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ വരെ കഴിച്ചിട്ടുണ്ട്. സാർ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറന്നിട്ടില്ല. അത് എന്റെ അടുത്ത് തെറ്റ് പറ്റി പോയതാണ് സാർ. അത് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ എടുക്കാതിരിക്കരുത്. ഞാൻ ഇവിടെ ഒരുപാട് കാലം വർക്ക് ചെയ്തതല്ലേ, അത് പരിഗണിച്ചിട്ടെങ്കിൽ എന്റെ മോൻ ഇവിടെ അഡ്മിഷൻ കൊടുക്കണം പ്ലീസ് സാർ. സോറി ടീച്ചർ, നമ്മൾ അതിനുശേഷം ഇവിടെ അത്തരത്തിലുള്ള അഡ്മിഷൻ എടുത്തിട്ടില്ല. സാർ ഞാൻ അതിന്റെ പകരം ഇവിടെ വർക്ക് ചെയ്തോളാം സാർ, ശമ്പളം ഇല്ലാതെ ഞാൻ വർക്ക് ചെയ്തോളാം. മോളെ ലൈഫ് ഒന്ന് ആലോചിച്ച് പ്ലീസ്. ഇല്ല ടീച്ചർ, ടീച്ചർക്ക് വേറെ കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ പോകാം. സോറി
സാർ നിങ്ങൾ പറഞ്ഞെല്ലാം കേട്ടു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ കാലല്ലേ, നമ്മുടെ സ്കൂളിൽ നമുക്ക് നടപ്പിലാക്കണ്ടേ? ടീച്ചറാണ് നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്, അത്തരത്തിലുള്ള കുട്ടികളെ സ്ഥാപനത്തിൽ എടുക്കരുത്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ അവിടെ എടുക്കാൻ പറ്റില്ല. ടീച്ചർക്ക് തെറ്റ് പറ്റി, നമ്മളല്ലേ തിരുത്തേണ്ടത്. ഈ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവനായിട്ട് ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ടീച്ചറെ ഏറ്റെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ അവിടെ ചേർക്കും. വാങ്ങോളൂ. മക്കളെ ഇതാ നോക്കി, നിങ്ങളുടെ പുതിയ ഫ്രണ്ട് വന്നിട്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. മക്കൾക്ക് എല്ലാവർക്കും ഡ്രോയിങ് ഇഷ്ടല്ലേ? നമുക്ക് ഡ്രോയിങ് ചെയ്താലോ? നമ്മൾ കളറൊക്കെ കൊടുത്തിട്ടുണ്ടോ? നമുക്ക് ഡ്രോയിങ് ചെയ്യാം.